ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് യൂസ്ഡ് ടു ആൻഡ് വുഡ്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നാണ്. പല ആളുകളും യൂസ്ഡ് ടു ആൻഡ് വുഡ് ഇൻ്റർചേഞ്ചബിളി ഉപയോഗിക്കാൻ പറ്റും എന്ന് വിചാരിക്കുന്നവരാണ്. പക്ഷേ അങ്ങനെയല്ല. ഒരു സ്ഥലത്ത് മാത്രം യൂസ്ഡ് ടു അല്ലെങ്കിൽ വുഡ് മാറി മാറി ഇൻ്റർചേഞ്ചബിളി ഉപയോഗിക്കാം. പക്ഷേ എല്ലാ സ്ഥലത്തും അങ്ങനെയല്ല. യൂസ്ഡ് ടു ഉപയോഗിക്കേണ്ട സ്ഥലത്ത് വുഡ് ഉപയോഗിച്ചാൽ അത് സെൻറ്റൻസ് റോങ് ആകും. അതുപോലെ തന്നെ വുഡ് ഉപയോഗിക്കേണ്ട സ്ഥലത്ത് യൂസ്ഡ് ടു ഉപയോഗിച്ചാലും തെറ്റാകും. അപ്പോൾ എങ്ങനെയാണ് അത് കറക്റ്റായിട്ട് ഉപയോഗിക്കേണ്ടത്, എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്നാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. യൂസ്ഡ് ടു ആൻഡ് വുഡ് ഇത് രണ്ടും പാസ്റ്റ് ആക്ഷൻസ്, വളരെ റെഗുലറായിട്ട് ചെയ്തിരുന്ന കാര്യങ്ങൾ, പതിവായി ചെയ്തിരുന്ന കാര്യങ്ങൾ, റെഗുലർ ആക്ടിവിറ്റീസ്, അതല്ലെങ്കിൽ ഹാബിറ്റ്, ഇതൊക്കെ പറയുന്നതിന്, പാസ്റ്റിലെ കാര്യങ്ങൾ പറയുന്നതിന് നമുക്ക് യൂസ്ഡ് ടു ഉപയോഗിക്കാം. അതുപോലെ തന്നെ വുഡ് ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ, വെൻ ഐ വാസ് ഇൻ ക്ലാസ് 6 ഐ യൂസ് ടു ഗോ ടു പാർക്ക്. ഞാൻ 6th സ്റ്റാൻഡേർഡിലായിരുന്നപ്പോൾ ഞാൻ പാർക്കിൽ പോകുക പതിവായിരുന്നു, അല്ലെങ്കിൽ പാർക്കിൽ പോകാറുണ്ടായിരുന്നു, അതല്ലെങ്കിൽ പാർക്കിൽ പോകുന്നത് എൻ്റെ ഒരു ശീലമായിരുന്നു. പക്ഷേ ഇപ്പോൾ ചെയ്യുന്നില്ല. അത് പാസ്റ്റിലെ ഒരു കാര്യത്തെ പറ്റിയാണ്, പാസ്റ്റിലെ ഒരു ഹാബിറ്റിനെ പറ്റിയാണ് പറയുന്നത്. ഇവിടെ നമുക്ക് വുഡ് ഉപയോഗിക്കാം, അതല്ലെങ്കിൽ യൂസ്ഡ് ടു ഉപയോഗിക്കാം. രണ്ടും കറക്റ്റാണ്. വെൻ ഐ വാസ് ഇൻ ക്ലാസ് 6 ഐ യൂസ് ടു ഗോ ടു പാർക്ക് എന്ന് പറയാം. യൂസ്ഡ് ടു ഉപയോഗിച്ചു. വെൻ ഐ വാസ് ഇൻ ക്ലാസ് 6 ഐ വുഡ് ഗോ ടു പാർക്ക്. ഐ വുഡ് ഗോ ടു പാർക്ക്. അതും സെൻറ്റൻസ് മീനിങ് ഒന്ന് തന്നെയാണ്. പക്ഷേ ഇതുപോലെ പാസ്റ്റിലെ ഒരു കാര്യം, ഹാബിറ്റ്, റെഗുലർ ആക്ടിവിറ്റീസ് ഒക്കെ പറയുന്നതിന് നമുക്ക് അത് ആക്ഷൻസാണ്. പാർക്കിൽ പോകാറുണ്ടായിരുന്നു എന്ന് പറയുന്നത് ഒരു ആക്ഷനാണ് അല്ലേ? അതേപോലെ ചെറുപ്പത്തിൽ ഞാൻ ഡാൻസ് ചെയ്യാറുണ്ടായിരുന്നു, ഞാൻ പാട്ട് പാടാറുണ്ടായിരുന്നു, ഞാൻ മരത്തിൽ കയറാറുണ്ടായിരുന്നു, ഞാൻ ആ സ്ഥലം വിസിറ്റ് ചെയ്യാറുണ്ടായിരുന്നു എന്നൊക്കെ പറയില്ലേ? പണ്ടത്തെ കാര്യങ്ങളാണ്, പണ്ട് പതിവായി ചെയ്തിരുന്ന കാര്യങ്ങൾ, പക്ഷേ ഇപ്പോൾ ചെയ്യുന്നില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നതിന് നമുക്ക് യൂസ് ടു, അതുപോലെ തന്നെ വുഡ് ഉപയോഗിക്കാം, ആക്ഷൻസ് ആണെങ്കിൽ മാത്രം. ഇനി ചില സ്ഥലത്തൊക്കെ യൂസ്ഡ് ടു ഉപയോഗിക്കേണ്ട സ്ഥലത്ത് വുഡ് ഉപയോഗിച്ചാൽ അത് തെറ്റാകും. അത് എവിടെയൊക്കെയാണ്? ഫോർ എക്സാമ്പിൾ, സ്റ്റേറ്റ് ഓഫ് ബീയിങ്, സ്റ്റേറ്റ് ഓഫ് പൊസഷൻ, പിന്നെ ലവ്, ലൈക്ക്, ലിവ്, നോ, അങ്ങനെയുള്ള ചില വേർഡ്സിൻ്റെ ഒപ്പം ഒക്കെ യൂസ്ഡ് ടു മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതെങ്ങനെയാണ് എന്ന് നോക്കാം. എന്താണ് ഈ സ്റ്റേറ്റ് ഓഫ് ബീയിങ് എന്ന് പറയുന്നത്? ഇപ്പോൾ ഒരാൾ ജോലിക്ക് ജോയിൻ ചെയ്യുന്നു, ടൈപ്പിസ്റ്റായിട്ട് ജോലിക്ക് ജോയിൻ ചെയ്തു. കുറേ കാലം അയാൾ ടൈപ്പിസ്റ്റായിട്ട് ജോലി ചെയ്തു. പിന്നീട് അയാൾക്ക് പ്രൊമോഷനൊക്കെ കിട്ടി, ഇപ്പോൾ ഓഫീസറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പറയാം, ഹീ യൂസ് ടു ബി എ ടൈപ്പിസ്റ്റ്. മുൻപ് അയാളൊരു ടൈപ്പിസ്റ്റ് ആയിരുന്നു. ടൈപ്പിസ്റ്റ് എന്ന ഒരു ജോലി അയാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഒരു റെഗുലർ ആക്ടിവിറ്റി ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അല്ല. അവിടെ നമ്മൾ ഹീ യൂസ് ടു ബി എ ടൈപ്പിസ്റ്റ് എന്നാണ് പറയുന്നത്. അത് ഒരു ആക്ഷൻ അല്ല. ടൈപ്പിസ്റ്റ് ആവുക, ഒരു ഡോക്ടർ ആവുക, ഒരു ടീച്ചർ ആവുക, ഒരു ഡാൻസർ ആവുക എന്നൊക്കെ പറയുന്നത് സ്റ്റേറ്റ് ഓഫ് ബീയിങ് ആണ്. അപ്പോൾ അത്തരത്തിൽ ഉപയോഗിക്കുമ്പോൾ യൂസ് ടു തന്നെ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഹീ യൂസ് ടു ബി എ ടൈപ്പിസ്റ്റ്. അവിടെ വുഡ് ഉപയോഗിക്കാൻ പാടില്ല. ഹീ വുഡ് ബി എ ടൈപ്പിസ്റ്റ് എന്ന് പറഞ്ഞാൽ സെൻറ്റൻസ് റോങ് ആകും. ഷീ യൂസ് ടു ബി എ ടീച്ചർ. മുമ്പ് അവളൊരു ടീച്ചറായിരുന്നു, പക്ഷേ ഇപ്പോൾ ടീച്ചറല്ല, ഇപ്പോൾ ഓഫീസിലെ വർക്കാണ് അവൾ ചെയ്യുന്നത്. ഷീ യൂസ് ടു ബി എ ടീച്ചർ. പക്ഷേ അവിടെ ഷീ വുഡ് ബി എ ടീച്ചർ എന്ന് പറഞ്ഞാൽ അതും റോങ് ആണ്. അവിടെ യൂസ് ടു മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇതൊക്കെ സ്റ്റേറ്റ് ഓഫ് ബീയിങ് ആണ്. എന്താണ് സ്റ്റേറ്റ് ഓഫ് പൊസഷൻ? സ്വന്തമായി ഉണ്ടാവുക, അതിനല്ലേ പൊസസ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് മുൻപ്, പണ്ടത്തെ കാര്യമാണ് കേട്ടോ, പണ്ട് എനിക്ക് ഒരു കാർ ഉണ്ടായിരുന്നു. ഐ യൂസ് ടു ഹാവ് എ കാർ. ഇപ്പോൾ ഇല്ല. ഐ യൂസ് ടു ഹാവ് എ കാർ. അവിടെ യൂസ്ഡ് ടു തന്നെ ഉപയോഗിക്കണം. വുഡ് ഉപയോഗിച്ചാൽ കറക്റ്റ് അല്ല. ഐ വുഡ് ഹാവ് എ കാർ എന്ന് പറഞ്ഞാൽ
അത് റോങ് ആണ്. ഐ യൂസ് ടു ഹാവ് ലോങ് ഹെയർ. എനിക്ക് നീളമുള്ള മുടി പണ്ടുണ്ടായിരുന്ന കാര്യമാണ് പറയുന്നത്, ഇപ്പോൾ ഇല്ല. ഐ യൂസ് ടു ഹാവ് ലോങ് ഹെയർ. ഐ വുഡ് ഹാവ് ലോങ് ഹെയർ എന്ന് പറഞ്ഞാൽ സെൻറ്റൻസ് റോങ് ആണ്. അവിടെ വുഡ് ഉപയോഗിക്കാൻ പാടില്ല, അത് സ്റ്റേറ്റ് ഓഫ് പൊസിഷൻ ആണ്. ഷീ യൂസ്ഡ് ടു ഹാവ് മെനി ഫ്രണ്ട്സ്. അവൾക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. പണ്ട് ഉണ്ടായിരുന്ന കാര്യമാണ്, കുറേ കാലം അങ്ങനെ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ഇല്ല. ഷീ യൂസ് ടു ഹാവ് മെനി ഫ്രണ്ട്സ്. ഷീ വുഡ് ഹാവ് മെനി ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ സെൻറ്റൻസ് മിസ്റ്റേക്കാണ്. ഇനി ചില വേർബ്സ്, ലിവ്, ലവ്, ലൈക്ക്, നോ, ഇങ്ങനെയുള്ള ചില വേർബ്സ്. ഈ വേർബ്സിൻ്റെ ഒക്കെ ഒപ്പം നമ്മൾ യൂസ്ഡ് ടു മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ, വുഡ് ഉപയോഗിക്കാൻ പാടില്ല. ഹീ യൂസ് ടു ലിവ് ഇൻ ഡൽഹി. ഹീ യൂസ്ഡ് ടു ലിവ് ഇൻ ഡൽഹി. ലിവ് എന്ന ഒരു വേർബിൻ്റെ കൂടെ യൂസ് ടു ഉപയോഗിക്കണം. അവിടെ ഐ വുഡ് ലിവ് എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അവൻ കുറേ കാലം അവിടെ ഡൽഹിയിൽ താമസിച്ചിരുന്നു എന്നർത്ഥത്തിലാണ്. പതിവായിട്ട്, അതൊരു റെഗുലർ ആക്ടിവിറ്റി, കുറേ കാലം അങ്ങനെ ചെയ്തിരുന്നു, ഇപ്പോൾ അവിടെയല്ല താമസിക്കുന്നത്. അപ്പോൾ പണ്ട് താമസിച്ചിരുന്ന ഒരു കാര്യം പറയുമ്പോൾ അതൊരു റിപ്പീറ്റഡ് ആക്ഷൻ അല്ല, പക്ഷേ അതൊരു പെർമനൻ്റ് ആയിട്ടുള്ള ആക്ഷനാണ്. അവിടെ യൂസ്ഡ് ടു തന്നെ ഉപയോഗിക്കണം. ഐ യൂസ് ടു ലൈക്ക് ഐസ്ക്രീം. യൂസ്ഡ് ടു ലൈക്ക് ആണ് അവിടെ വേണ്ടത്. ഇപ്പോൾ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഐ യൂസ് ടു ലൈക്ക് എന്ന് പറയുമ്പോൾ മുൻപ് ഉണ്ടായിരുന്ന പാസ്റ്റിലെ ഒരു കാര്യത്തെ പറ്റിയാണ് പറയുന്നത്. അവിടെ വുഡ് ഉപയോഗിച്ചാൽ അത് കറക്റ്റ് അല്ല. ഹീ യൂസ് ടു ലൈക്ക് മാംഗോസ്. അവൻ മാംഗോസ് ഇഷ്ടപ്പെട്ടിരുന്നു, ഇപ്പോഴല്ല പണ്ട്. പക്ഷേ ആ ഒരു മീനിങ്ങിൽ ഹീ വുഡ് ലൈക്ക് എന്ന് ഉപയോഗിക്കാൻ പാടില്ല. ഹീ യൂസ് ടു ലൈക്ക് എന്നാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ യൂസ്ഡ് ടു ആൻഡ് വുഡ്, ഇതിൻ്റെ ഒരു ഡിഫറൻസ് മനസ്സിലായില്ലേ? ഒരു സ്ഥലത്ത് മാത്രം വുഡ് ആൻഡ് യൂസ് ടു മാറി മാറി നമുക്ക് ഉപയോഗിക്കാം. അത് എവിടെയാണ്? ഇപ്പോൾ പതിവായി ചെയ്തിരുന്ന ഒരു കാര്യം, ആക്ഷൻ വേർബ്സിൻ്റെ കൂടെ. ഞാൻ അവിടെ പോകാറുണ്ടായിരുന്നു, അവൻ ഇവിടെ വരാറുണ്ടായിരുന്നു എന്നൊക്കെ. ഇപ്പോഴില്ല, പണ്ടത്തെ കാര്യം, പണ്ട് ചെയ്തിരുന്നു, പണ്ട് ഒരു ഹാബിറ്റ് പോലെ ചെയ്തിരുന്ന കാര്യമാണ്. അത് പറയുമ്പോഴാണ് നമ്മൾ യൂസ്ഡ് ടു ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ വുഡും ഉപയോഗിക്കുന്നത്. ഒരേ മീനിങ് തന്നെയാണ് അവിടെ വരിക, ആക്ഷൻ വേർബ്സ്. ഇനി സ്റ്റേറ്റ് ഓഫ് ബീയിങ്ങിൻ്റെ കൂടെ യൂസ് ടു തന്നെ ഉപയോഗിക്കാൻ പാടുള്ളൂ. സ്റ്റേറ്റ് ഓഫ് പൊസഷൻ്റെ കൂടെ എന്താ ഉപയോഗിക്കേണ്ടത്? സ്റ്റേറ്റ് ഓഫ് പൊസഷൻ, അതിൻ്റെ കൂടെ ഉപയോഗിക്കേണ്ടത് യൂസ്ഡ് ടു ഹാവ്. പിന്നെ ലിവ്, ലൈക്ക്, ലവ്, നോ, ഇങ്ങനെയുള്ള വേർബ്സിൻ്റെ ഒക്കെ ഒപ്പം ഉപയോഗിക്കേണ്ടത് യൂസ്ഡ് ടു തന്നെയാണ്. വുഡ് ഉപയോഗിക്കാൻ പാടില്ല.